ഹലോ ഗൈസ്, അപ്പം ഷോർട്സ് കണ്ടിട്ട് വന്നവർക്കാണെങ്കിൽ ഞാൻ ഇങ്ങോട്ടാ പോണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അല്ലാത്തവർ ഈ വീഡിയോ എൻഡ് വരെ ഒന്ന് കാണണേ. അപ്പം ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് ചെക്ക്. എല്ലാം കൂടെ ഒരു കുഴപ്പമില്ല, കൊള്ളാല്ലേ ഇത്. അങ്ങനെ നമ്മൾ എല്ലാരും കൂടെ ഇറങ്ങി. ശിവക്കുട്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ട് വെച്ച് അവള് നല്ലപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ശിവക്കുട്ടിയുടെ ഡ്രസ്, ഒരു ഫ്രോക്കും മാച്ചിന് ഒരു സോക്സ് ഒക്കെ ഉണ്ട്, കൊച്ചു ഗള്ളി. അങ്ങനെ നമ്മൾ രാവിലെ 4 മണിക്ക് തന്നെ എല്ലാരും തിരിച്ച്. നല്ല മഴയുണ്ടായിരുന്നു, തണുപ്പുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, പോയല്ലേ പറ്റൂ. നമ്മളങ്ങനെ പത്തനംതിട്ടയിലോട്ടാണ് പോണെ. അവിടെ ഒരു കല്യാണം ഉണ്ട്. പക്ഷെ കല്യാണ നാളെയാണ്. നമ്മൾ ഇന്ന് പോയൊന്ന് ചേച്ചീനെയൊക്കെ കണ്ടിട്ട് വരാന്ന് വെച്ചാണ് പോയത്. ഓ ഡാർക്ക് ഇരുട്ടത്തിൽ തൊട്ടപ്പോ എന്റെ വീഡിയോ കൊള്ളാണ്. പക്ഷെ ഇട്ടല്ലേ പറ്റും, എടുത്തു പോയില്ലേ. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്തെത്തി. പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഏതോ സ്ഥലത്തെത്തി. വിശന്നോണ്ട് നമ്മൾ നിർത്തിയതാണ്. വീട്ടിൽ നമ്മൾ ആഹാരമൊക്കെ ഉണ്ടായിക്കൊണ്ടാണ് പോയത്. കാരണം നമുക്ക് വിശക്കുന്ന ടൈം ഹോട്ടൽ തുറക്കണമെന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ട് പോയിട്ട് ഇഡലിയും ചമ്മന്തിയും ചമ്മന്തി 2 ഉണ്ട്, ഒരു വടയും എല്ലാം കൂടെ നമ്മൾ കഴിച്ചു. ഫുഡ് കഴിച്ച എനർജി ആണെന്ന് തോന്നുന്നു. ശിവക്കുട്ടി പറഞ്ഞു, ഇനി അങ്ങോട്ട് ഞാൻ വണ്ടി ഓടിച്ചോളാം, ഉപ്പം കടന്ന് കഷ്ടപ്പെടണ്ട, എല്ലാരും കയറിക്കോ. ഹോൺ അടിച്ച് നമ്മളെല്ലാരും കാറിലോട്ട് കയറ്റാനുള്ള പരിപാടിയാണ്. പക്ഷെ അത് നടക്കൂല കണ്ടപ്പോഴത്തേക്ക് ഒരു കള്ള ചിരിയും ചിരിച്ച് അവിടെ തന്നെ വീണ്ടും ഇരുന്നു. അങ്ങനെ ഉറങ്ങിയൊക്കെ എണീറ്റ് എന്റെ മുഖം നോക്കി ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഗായ്സ്. ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെയൊക്കെ പോവാൻ പറ്റൂ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. ഈ സൂം ചെയ്ത് ഞാൻ കാണിക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇല്ലല്ലേ, കാണിച്ചു തരാം. അങ്ങനെ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നേ. നമ്മൾ പോയ സ്ഥലത്തുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. എനിക്ക് ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം നമ്മളൊരു വീട്ടിലോട്ടല്ലേ പോകണം. അപ്പം അവിടെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുന്നതിന് ഒരു പരിമിതിയൊക്കെ ഉണ്ട്. മഴയും കൂടെ ആയതുകൊണ്ടും അവരുടെ റിലേറ്റീവ്സ് എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് കല്യാണ പെണ്ണിനെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. ചേച്ചി ബ്യൂട്ടി പാർലറിലും പോയിരുന്ന് ഒന്നും പറ്റിയില്ല. അങ്ങനെ നമ്മൾ നേരെ ഈ ഒരു അമ്പലത്തിലോട്ടാണ് വന്നത്. ഇത് അപ്പൂപ്പൻ കാവ് എന്നാണ് അറിയപ്പെടുന്നത്. പത്തനംതിട്ട കോന്നിയിലാണ് ഈ ഒരു അമ്പലം ഉള്ളത്. അപ്പം അതുകൊണ്ട് ഫേമസ് ആണെന്നൊക്കെ നമ്മളൊന്ന് തൊഴുതിട്ട് പോകാന്ന് കരുതി. ഇത് മൊത്തം ഒരു ആംബിയൻസ് എന്ന് വെച്ചാൽ ഒരു ഫോറസ്റ്റ് ആണ്. അവിടെയുള്ള പ്രതിഷ്ഠ എന്ന് വെച്ചാൽ അപ്പൂപ്പനും അമ്മൂമ്മയുമാണ്. ട്രൈബൽ എന്തോ ആണ്. അപ്പൊ അവിടുത്തെ ആചാരങ്ങളൊക്കെ കുറച്ച് ഡിഫറെന്റ് ഒക്കെയാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് ഈ ഒരു അതാണ്, മങ്കി. കുറെ കുരങ്ങന്മാരുണ്ടായിരുന്നു. ഈ ഒരു ആറ് കാണണ്ടെന്ന് എനിക്കുണ്ട്, പക്ഷെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് അച്ചൻകോവിലുള്ള ആറിന്റെ ബാക്കി ആണെന്നൊക്കെയാണ് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പോയിട്ടില്ല അവിടെ ഒന്നും. അങ്ങനെ എനിക്കെന്തോ നല്ല ഇഷ്ടപ്പെട്ടു. അവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ് എല്ലാ ദിവസവും അവിടെ അന്നദാനം ഉണ്ട്. കഞ്ഞിയും പയറും അച്ചാറും എല്ലാ ദിവസവും അവിടെ കൊടുക്കണം. അവിടെ പിന്നെ നടയും അടയ്ക്കൂല. അങ്ങനെയാണ് അവിടുത്തെ ഈ ഒരു കോവിൽ ഇത്രയും ഫേമസ് ആവേണ്ട കാര്യം. എല്ലാ ദിവസവും ഉണ്ട്. ഉൾക്കാട്ടിലൊന്നും അല്ല, റോഡ് സൈഡൊക്കെയാണ്. പക്ഷെ കാടാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാം. അങ്ങനെ ശിവക്കുട്ടിക്ക് അവിടെ നിന്ന് ഒരു ഫ്രണ്ടിനൊക്കെ കിട്ടിയിട്ടുണ്ട്. ക്യാമറ ഫ്രണ്ടിൽ നിന്ന് കുഞ്ഞ് വീഡിയോ എടുക്കുകയാണ്, ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് അവള് ഉമ്മയൊക്കെ ചോദിച്ചു, പക്ഷെ ഉമ്മ കൊടുത്തില്ല. അവള് പറഞ്ഞു ശരി കുഴപ്പമില്ല, ഞാൻ ഉമ്മ തരാം എന്ന് പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത്. അപ്പൊ കുട്ടി തിരിഞ്ഞു നിന്ന് ഉമ്മയൊക്കെ വാങ്ങിച്ച്. അങ്ങനെ അവൾക്കത് നാണമൊക്കെ വന്നേ, നാണമൊക്കെ ഒന്ന് ചിരിച്ച്. എന്നിട്ട് അവള് അത് ബൊമ്മയാണ് എന്ന് ടെസ്റ്റ് ചെയ്ത് തൊട്ട് നോക്കണേയാണ് കേട്ടാ. കാരണം ഒരു റിയാക്ഷൻ ഇല്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് വീഡിയോസ് ഒക്കെ എടുത്ത്. അകത്തുള്ളതിന് എടുത്തിട്ടില്ല, കാരണം നമ്മൾ ചെന്ന സമയത്ത് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്ന സാഹചര്യമില്ല, കാരണം ചർക്കലൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ആഹാരമൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് നമ്മളവിടെ എല്ലാം കണ്ടിട്ട് നമ്മൾ ഇറങ്ങാൻ പോവാണ്. തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകാൻ പോവാണ്. അപ്പം ഇതാണ് വഴി. ഇതാണ് നമ്മൾ വന്നതും പോണതും ഈ വഴിയാണ്. കാണുമ്പോൾ മനസ്സിലാവും, കണ്ട ഒരു നല്ലൊരു കാടാണ്. മൊത്തം ഒരു പച്ചപ്പും എല്ലാം ഉണ്ട്. ഒരു സമാധാനം കിട്ടും നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നല്ല സമാധാനം, തണുപ്പും എല്ലാം. അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ് കേട്ടോ ഈ കോവിലാൻ. അതാണ് നല്ലൊരു ഹൈലൈറ്റ്. അങ്ങനെ നമ്മൾ വരണ വഴിക്ക് പശു ഫാമിലിയെ കണ്ട് ഗൈസ്. അങ്ങനെ പശു അമ്മയുണ്ട്, 2 കുട്ടികളുണ്ട്. അത് സിബ്ലിങ്സ് ആണ്. കണ്ട ഇപ്പൊ ചവിട്ടി കൊടുക്കും, ചവിട്ടി. കണ്ട സിബ്ലിങ്സ്. ഈ സ്ഥലം ഓർമ്മയുണ്ട? ഞാൻ നേരത്തെ സൂം ചെയ്ത് കാണിച്ചിട്ട് കണ്ടില്ല, കാണിച്ചു തരാന്ന് പറഞ്ഞ. അത് ജഡവിപ്പാറായിരുന്നു. ഇപ്പൊ തിരിച്ചു വന്നപ്പോഴാണ് എനിക്ക് ആ ഒരു വ്യൂ കിട്ടിയത്. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. മീൽസ് ആയിരുന്നു അവർ ഓർഡർ ചെയ്തത്. ശിവയും മീൽസ് ആണ് കഴിക്കണേ. മേശയിലെ മണ്ട ഇരുന്നിട്ടാണ് അവള് കഴിക്കണേ. അങ്ങനെ ഫുഡൊക്കെ കഴിക്കണം. നമ്മളെ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളെ ഫുഡ് കാണിച്ചു തരാം. അങ്ങനെ നമ്മള് മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഞാനും ചേച്ചിയും മന്തി, അച്ഛനമ്മയും സ്ഥിരം ഉള്ള മീൽസ് തന്നെ അവർ ഓർഡർ ചെയ്ത്. നമ്മളങ്ങനെ എല്ലാരും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് എനിക്ക് കുറച്ച് ഫീൽ ചെയ്യണുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. വൈകിട്ടായി, ഒരു 7 മണിയൊക്കെ ആവാറായി എന്ന് തോന്നുന്നു. സമയം ഞാൻ കണ്ടില്ല.
നമ്മൾ വീട്ടിലോട്ട് പോവാണ്. എസ്തെറ്റിക് വ്യൂ നോക്കിയതാണ് പക്ഷെ കിട്ടിയത്. അപ്പൊ ഓക്കെ ബൈ.